യശു യശു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഫോടാണ്. ഹാപ്പി ബർത്ത്ഡേ ആണ്. കുഞ്ഞു മാറ്റിയിരിക്കാം അമ്മേന്റെ. ഗുഡ് മോർണിംഗ് ആച്ചുണ്ണി. ഹാപ്പി ബർത്ത്ഡേ. എനിക്കുണ്ടേ അമ്പലത്തിൽ പോണ്ടേ കുഞ്ഞോ? അമ്പലത്തിൽ പോണ്ടേടാ. എനിക്ക് വാ കുളിക്കാൻ നോക്കും. ഇവിടെ വരുത്തിട്ട് നമ്മൾ കുറെ നേരമായി ഗൈസ് എഴുതിപ്പിക്കാൻ നോക്കുന്നത്. എണീക്കുന്നേ ഇല്ല. കുഞ്ഞ് അമ്പലത്തിൽ പോണ്ടേ കുഞ്ഞേ? ആ എല്ലാരും കളിയാക്കും പോന്നോ. കുഞ്ഞിക്ക് വെച്ച ചൂടുള്ള കട്ട കള്ള. ഇന്നലെ തണുപ്പുണ്ട്. ഇത് എന്താക്കണ വല്ല എടുക്കണ? വേണ്ട നോക്കട്ടെ അത്രയും നോക്കട്ടെ. ഇതെന്തിനാ ചേട്ടാ? ബാക്കി കുറച്ച് വെള്ളം കൂട്ടിയാ പോരാ ഗൈസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ മോർണിംഗ്. ടെമ്പിളിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള എന്റെ ഷർട്ട്. യാഷുമോന്റെയും സെയിം ഷർട്ട് തന്നെയാണ്. ഇത് ഞങ്ങള് ആക്ച്വലി ഇന്നലെ രാത്രി പോയിട്ട് വാങ്ങിച്ചതാ. വേണ്ട നമ്മള് പല്ല് തേക്കാൻ പോവാണ്. ഗൈസ് ഞങ്ങള് യാഷുമോൻ അവിടെ പല്ലേക്കുന്നുണ്ട്. ഗുഡ് ബോയ് ആണ് കണ്ടോ. പല്ലേക്കാൻ അധികം സമ്മതിക്കാറില്ല. ഗുഡ് ബോയ് ഗുഡ് ബോയ്. അങ്ങനെ പല്ലേക്ക്. വെരി ഗുഡ്. യാഷ് ഗുഡ് ബോയ് ആണല്ലോ. ഗുഡ് ബോയ് ആണല്ലോ. പല്ലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ഈ ആക്ക് യാഷ് പാടാ ഇതൊക്കെ. ആ കഴിഞ്ഞു. അവന്റെ അത്രേ ഉള്ളൂ. അവന്റെ ഇന്നത്തെ പല്ലേപ്പ് കഴിഞ്ഞു. ഇവനെ കുളിപ്പിക്കാൻ പോയിട്ട് ഞാനും വീണ്ടും കുളിച്ചു. എന്നെ കുളിപ്പിച്ചെടുത്ത് ആളുറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് ഒരേ കരച്ചിലാണ്. അല്ലേ യേശുട്ടാ? ബർത്ത്ഡേ ആയിട്ട് കരയാൻ പാടില്ല. ചോദിച്ചു നോക്ക്. കരയാൻ പാടില്ല ബർത്ത്ഡേ ആയിട്ട്. പോനാ നമ്മൾ റെഡി ആവട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ധാവണിയാണ് കേട്ടോ. നക്ഷത്ര ഡിസൈൻസിനുള്ള പേജാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വേറെ കളറ് ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുഡ് ബോയ് ആണ് പപ്പന്റെ കുഞ്ഞി. ഇപ്പൊ ഡ്രസ് ഇടും. പപ്പയെ നോക്കണം. പപ്പയൊട്ടിന് ഷർട്ട് ഇട്ടാ. വാവ് സുന്ദരനായല്ലോ അവന്റെ പൊന്ന്. സുന്ദരനായല്ലോ പപ്പയും. അതെന്ത് പറയാത്ത. ഇപ്പൊ അമ്മയുടെ പൊന്നിന് മാത്രം മതി. അമ്മക്ക് ഇല്ലടാ. ഷാളിന്റെ പ്ലീറ്റ് ഇന്നലെ എടുത്തു വെച്ചോണ്ട് യാഷ് പ്രത്യേകം പറഞ്ഞ എല്ലാരും പാമ്പസ് ഇടണം. പപ്പയും മോനും ഒരേപോലത്തെ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരു ബന്ധമില്ല. പോ അങ്ങോട്ട് മാറിക്കാൻ ഗായ്സ്. അപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി റെഡിയായി. നമ്മുടെ യാഷുമോൻ എവിടെ? ദേണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോവാം കുഞ്ഞെ. അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോവാം. ഞങ്ങള് കുറച്ച് നേരത്തെയും കൂടി അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്താണ്. എന്നും അങ്ങനെ എന്നും നേരത്തെ വിചാരിക്കാതൊന്നും നടക്കില്ല. ഞങ്ങളങ്ങനെ കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നും ഇല്ല. ഫാമിലി മാത്രം. ഇവളുടെ വീട്ടുകാരും എന്റെ വീട്ടുകാരും. ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷമാണ് വയ്യാണ്ടായത്. പക്ഷെ ഇപ്രാവശ്യം ബർത്ത്ഡേ ആവുന്നതിന്റെ ഒരാഴ്ച മുന്നേ തന്നെ. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും പനിയുണ്ടെന്നാ പറഞ്ഞത്. ചിന്നും ജലദോഷം വന്നിട്ടുണ്ട്. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ മാസ്ക് ഒക്കെ ഇടൂ. വൈറൽ ഫീവർ ആണ്. എന്തത്? ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. വേറൊന്നുമല്ല, മോസ്റ്റ് ഫേവറേറ്റ് സാധനമാണ് അവിടെ കാണുന്നത്. JCB കണ്ടതല്ലാണ്ട് ഇങ്ങനെ JCB മണ്ണ് വരുന്നതോ ലെവലാക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈമാണ് യാഷ് കാണുന്നേ. അതിന്റെ സന്തോഷം ഉണ്ടോ മോനെ? ഹാപ്പിയാണോ കുഞ്ഞാ? സ്റ്റക്കായി നോക്കിട്ട്. മണ്ണ് വരുന്നുണ്ടോടാ? മണ്ണ് വരുന്നുണ്ടോ? അതെയാ. അപ്പൊ എന്ത് ചെയ്യുന്ന യാഷുട്ടാ? വഴിപാട് സേവാ കൗണ്ടർ.
ബർത്ത്ഡേ അല്ലേ ചപ്പാച്ചിയാക്കണ്ടേ യാശൂട്ടനിതാ മനസ്സിലായി അവിടെ പൈസ ഇടണമെന്ന്. പൈസ ചോദിക്കുന്നതാണ്. പൈസ വേണോ പൊന്ന? വ്ളോഗ് എടുത്തോണ്ട് ഇത് ഏതാ ചാനല്? ഇത് മറ്റേ ബ്ലൂ കുയില്. കുടുംബത്തിൽ വന്നിരിക്കുന്നതായ എല്ലാ ബുദ്ധിമുട്ടുകളും ചെവിയിൽ എന്താ ഇഷ്ടം? കാശിന്റെ ചെവിയിലും ഉണ്ടോ? എടുക്കണ്ടത് എടുക്കണ്ട. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തില് തൊഴുത് പ്രദക്ഷിണം വെച്ചു അല്ലേ? അല്ലേ യാശു? അതെ പറ. തട്ടിയോ യാശുനെ? എന്ത് പ്രാർത്ഥിച്ചു? തമ്പശിനോട് എന്ത് പറഞ്ഞ കുഞ്ഞി? തമ്പശിനോട് എന്ത് പറഞ്ഞേ? എന്ത് പറഞ്ഞേ? എന്ത് വേണം പറഞ്ഞ കുഞ്ഞി? എന്ത് പ്രാർത്ഥിച്ചു പോനി? എന്ത് വേണം പറഞ്ഞേ? വീട്ടിന്ന് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് കോലുമിട്ടായി തരണേ. ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവൻ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ നിർത്തി നേരെ വീട്ടിലോട്ട് പോകും. ഫുഡ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർലറിൽ പോകണം. ഇവർക്ക് ജസ്റ്റ് ഒന്ന് റെഡി ആവണം. പിന്നെ ഒരു 1:30-2 മണിക്കാണ് ഞങ്ങൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞു. ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു സാധനം. അപ്പം ഓക്കെ അല്ല കുഞ്ഞാ, ഇനി നമുക്ക് ബാക്കി. അപ്പോൾ അതെ ഏട്ടൻ വന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി എന്താ, ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തണം. യാശു ഇതാടെ മണി അടുക്കി, വലിയൊരു മണി ഉണ്ട്, അതടിക്ക്. ഇതാ മണി അടിക്കാൻ പോയിട്ടുണ്ട്. യാശുട്ടന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുക. പൊന്ന കുറച്ചു നേരം നിന്നു, പിന്നെ അവന്റെ മൂഡ് പോയിട്ടാ. പപ്പക്ക് കുറി ഇട്ട് കൊടുക്കാൻ പോവാണ് അല്ലേ യാശുട്ട? കിട്ടുന്നില്ലേ? ഇട്ട് കൊടുക്കുന്നില്ലേ? പപ്പക്ക് ഇട്ട് കൊടുക്കുന്നില്ലേ? ഫോണുണ്ട്, കുറി ഇടാനാണ്. നമ്മൾ അമ്പലത്തിൽ നിന്ന് പോവാണ്. യാശുട്ടെ ഏട്ടൻ്റെ കൂടെ പോകുന്ന പറഞ്ഞിട്ട് ബൈക്കിൽ കയറിയിട്ടുണ്ട്. പോവല്ലേ യാശുട്ടാ? വാശി കേറുന്നേ ഇല്ല കാറില്, ഡോർ അടക്കുന്നവൻ തന്നെ. കാലന്റെ വെയിലുണ്ട്, ആ പ്രശ്നം പറഞ്ഞ കുഴപ്പമില്ല, താറ്റയാക്കുന്ന. ഞങ്ങള് അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞിട്ട് നേരെ കഴിക്കാം, ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകാൻ വിളിച്ചു. പൂരിയും ബാജി. നമ്മൾ ആക്ച്വലി ഇല്ല, നേരത്തെ എല്ലാം ലേറ്റ് ആയില്ല. നേരത്തെ പാർലറിൽ പോണക്ക് വിചാരിച്ച എല്ലാം ലേറ്റ് ആയി. പുട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് പോകണം അല്ലേ? ഗിഫ്റ്റ് തന്നത് ആര് തന്നെ? ഗിഫ്റ്റ് ആര് തന്നെ? പൊട്ടിക്കണാ? അപ്പൊ കൊച്ചപ്പനോട് താങ്ക്സ് പറ. ആന്റിനോട് താങ്ക്സ് പറ. ആന്റി താങ്ക്സ് പറ. വിഷ്ണു താങ്ക്സ്. മാമൻ താങ്ക്സ് പറ. താങ്ക്സ് പറ. എന്നാ പൊട്ടിച്ചരാ. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് കേട്ടാ. പൊട്ടിക്ക. എന്താ പൊട്ടിക്കാൻ പിന്നെ കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് പോലെ ഡ്രസ്. ഇത് അടിപൊളിയാ. നോക്കിട്ട് പറ. അടിപൊളി. അപ്പൊ ഞങ്ങളിത് പാർലറിലേക്ക് പോവാണ്. ആക്ച്വലി രജീഷ് നേരത്തെ വിളിച്ചു അവിടെ എത്തിയെന്ന് വെച്ചപ്പോ എന്റെ എത്തിന്ന് പറഞ്ഞു. എത്തിന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. രജീഷിക്ക് അറിയും എത്തിന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം കാണുന്നില്ല, ഇവര് ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് മനസ്സിലാവും. ഡെയിലി നമ്മൾ അങ്ങനെയാണ്. എന്തെങ്കിലും വർക്കിന് പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ പോകുന്നില്ല. അവിടെ ലേറ്റ് മനഃപൂർവ്വം ആക്കുന്നില്ല, ആയി പോകുന്നതാ.
പിന്നെ ഇവനിപ്പോ മരുന്ന് ഇതൊക്കെ കൊടുക്കാണ്ടായിരുന്നു പനിയുടെ ഒക്കെ. അപ്പം ഇപ്പം കുറച്ച് പിടിഭാഷക്കാരനാണെന്ന് അറിയാലോ, വീഡിയോ കാണുന്ന എനിക്ക് മനസ്സിലാവുമല്ലോ. ഇത്രയും നേരം വണ്ടിയിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. ഇത്രയും നേരം മടിയിൽ ഉറക്കം തൂങ്ങിയിരുന്നവനാ. ഇത് ഞാൻ പറഞ്ഞത് ചിരിക്കുന്ന അതേ സ്വഭാവം പഠിച്ചല്ലേ. പിന്നെ 2 വയസ്സായതേലു അത് പെണ്ണുകുട്ടി കള്ളാ വമ്പാ. അതുകൊണ്ടല്ലേ നീ വേഗം എണിച്ചേ. പാപ്പ ഇത്ര നേരം എണിക്കാൻ പറയുമ്പോ കാലം മാറിടാ. പാപ്പന്റെ അമ്മേന്റെ മുമ്പ് വാങ്ങി നോക്കി. അത് പെണ്ണുകുട്ടി നോക്ക് നിന്നിരുന്നല്ലോ വാങ്ങല്. എവിടെ പോയി അവര്? അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ്. പറഞ്ഞ സമയത്തിന് വന്നിട്ടേ. താങ്ക് യു പറയടാ. അമ്മമ്മ വന്നോ? അച്ഛനുണ്ടല്ലോ. അന്നെടുത്ത് ഓർമ്മയുണ്ടോ എനിക്ക്? അങ്ങനെ ഇതാ യാഷുമോന് അമ്മമ്മയും അച്ഛന്റെ ഭാഗ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ. ഇതെന്താ പറയാ സംഭവം, നമ്മ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അതെ അതാണ് നമുക്ക് ഇങ്ങനെ ചിരിയായിരുന്നു. കുഴപ്പമില്ല, ചെയ്തോ. വേഗാവൂലേ? ഓരോരോ സമയത്ത് ഓരോരു ഇതുണ്ടാവും. ഫസ്റ്റ് കാത്തൂല്ലേ, അതുണ്ടായി, അതിന്റെ ഭയങ്കര ഭ്രാന്തുണ്ടായിന്. പിന്നെ അതിന് ശേഷം സ്പൈഡർമാന്, അങ്ങനെ. ഇപ്പൊ കുറച്ചായിട്ട് കുട്ടിമാമ പോലീസ്. സൗണ്ട് കേട്ടോ, മാമ വീഡിയോ എടുക്കണോ? സർപ്രൈസ് കൊടുക്കില്ല അച്ഛൻ്റെ. ശരിക്കും നല്ലുണ്ട് കണ്ടാ, കറക്റ്റ് സൈസും. അതിന്റെ നല്ലുണ്ട്, നൈസ്. എനിക്ക് ഇഷ്ടമായി. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ്, എന്നെ ഓർത്തതില് സന്തോഷം. താങ്ക് യു. അതെ അച്ഛന്റെ ഭർത്താവ് തരും. റെഡിയാന്ന് കാണുമ്പോ എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷനാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല ഗൈസ്, നമ്മൾ കുറച്ച് ആൾക്കാർ. സാരി ഉടുത്ത് കഴിഞ്ഞാൽ ചേച്ചി റെഡിയായി. കമ്മലും മാലയും മാത്രം ഇടാനുള്ളൂ. അപ്പൊ എന്റെ ഈ ഡ്രസ്സ് ചെയ്തേക്കുന്നത് നക്ഷത്ര ഡിസൈൻസ് ആണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി വർക്കെല്ലാം? നമ്മളിതാ രജീച്ചിന്റെ റെന്റൽ സ്റ്റുഡിയോയിലാണ് മാല എടുക്കാൻ വന്നത്. ഓയ് കിട്ടിയാ? കിട്ടി. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. യാഷുമൻ ഉറങ്ങി. ഇതാ നമ്മുടെ രഞ്ജു ഫോട്ടോഗ്രാഫർ പ്രകാശിന്റെ ആശാൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ കേക്കിന്റെ മെയിൻ ആശാൻ അമ്മയുടെ സീറ്റ് അച്ഛനുണ്ട്. സ്പൈഡർമാന്റെ കേക്ക് കാണിച്ചടാ. അപ്പൊ സ്പൈഡർമാന്റെ കേക്ക് ഇവിടെ എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. സ്പൈഡർമാൻ കേക്ക് ഉണ്ട്. സ്പൈഡർമാനാണോ? സ്പൈഡർമാനാണോ? സ്പൈഡർമാൻ ഉണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ്.
അപ്പോൾ എൻ്റെ ആശുമോനെ ഡ്രസ്സ് ചെയ്തേക്കുന്നത് കാസർഗോഡുള്ള റോയൽ മാൻ വെഡ്ഡിങ്ങിൻ്റെ ടീമാണ്. എന്ന് പറഞ്ഞിട്ട് ഫ്യൂ ഡേയ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സാധനം കിട്ടി. ഞങ്ങൾ അർജൻറ്റായിട്ട് ലാസ്റ്റ് ടൈമാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. പക്ഷേ പെട്ടെന്ന് തന്നെ നൈസായിട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തന്നു. സൂപ്പർ. മുമ്പിലുള്ള ഐശുക്ക് കാണിച്ചു കൊടുക്കും. കുഞ്ഞ് ക്ലാസ് ഇന്ന് കാണിച്ചു കൊടുക്കും. ഐശം വിടാനല്ല നീടെ കാണിച്ചു കൊടുക്കും. കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday to you. ഒന്നുകൂടി ചിരിക്കും. അല്ല ഞാൻ പപ്പ കൂട് പോ. പപ്പനെ ക്ലാസ് എടുക്കണം. പപ്പനെ എടുക്കും. ക്ലാസ് എടുത്തു. പപ്പനെ ക്ലാസ് എടുത്തോ. പപ്പനെ ക്ലാസ് എടുത്തു. പപ്പനെ ക്ലാസ് എടുത്താ മതിയായി. ഫസ്റ്റ് കേക്ക് കട്ടി ഒന്നും ഇപ്പൊ വരുന്നേ ഇല്ല. ഫോട്ടോ എടുക്കാൻ ഒന്നും വരുന്നില്ല.
ആര് കൊണ്ട് അമ്മേ അമ്മേ ചേട്ടാ എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം? സൂപ്പർ തീർന്നു. അയ്യന്റെ മോനെ ഒന്നും ബർത്ത്ഡേ ആയിപ്പോയി. അയ്യോ അടിപൊളി, ഒന്നും പറയാനില്ല. ക്ഷീണം, റെസ്റ്റ്. അപ്പോൾ വീട്ടിലെത്തി ഗായ്സ്. എൻ്റെ മോനെ ഒന്നും പറയണ്ട, ചെറുക്കൻ വളരെ മോശം. അടുത്ത ചെറുക്കൻ തന്തേക്കാളും മോശം എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇന്ന് യാഷിൻ്റെ കളി. ചില അടി എന്ന് പറഞ്ഞാൽ ടപേന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ലൈക്ക് അങ്ങനെ നിങ്ങൾ ലൈക്ക് കുറച്ച് ടൈമെല്ലാം ചിരിച്ചും കളിച്ചതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ബാക്കി നമ്മൾ അനുഭവിക്കുന്ന വേറെ ലെവൽ ടാസ്ക്കാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ ഒരു കുറച്ച് അല്ലെങ്കിൽ 1-2 ഫോട്ടോൻ്റെ ബാക്കിൽ കുറേ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കുറേ കഷ്ടപ്പാടും ഇതുണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് പറയുന്നു. ബാക്കി നമ്മൾ ചിന്നു വന്നിട്ട് നമ്മൾ പറയാം എങ്ങനെയാണെന്ന് ബാക്കി അവൾ പറഞ്ഞു. ഹലോ ഗൈസ്, അപ്പം സോറി, മനസ്സിലായിട്ടുണ്ടാവും എന്താ അവസ്ഥ. ആക്ച്വലി ഇന്നലെ എൻ്റെ പപ്പ വീഡിയോ എടുക്കുന്നതാ. പിന്നെ കുറച്ച് ഇന്നലെ നൈറ്റ് എത്തിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം രണ്ടുപേരും സൈഡായി, ഒട്ടും കഴിയുന്നില്ല. എനിക്ക് പനി വന്നു. അപ്പോൾ ചിന്നിനും വയ്യ, പനിയും ജലദോഷമെല്ലാം ഉണ്ട്. നൈറ്റ് ബാക്കി ഞങ്ങൾ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. ഇപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് പറയും, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? സൗണ്ടും പോയി രണ്ടാളെയും. ഓന് ഓൾറെഡി പനിയിലുണ്ടായിരുന്നു, അപ്പോൾ അത് മാറി ഓക്കെ, അങ്ങനെ ഇപ്പം ഓക്കെ ആയി. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വന്നു, പനി വന്നു. പിന്നെ വീട്ടിൽ അമ്മക്കും ഉണ്ട്. ഇപ്പം ഇവിടെ മൊത്തത്തിൽ പനിക്കാരായി എല്ലാവരും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭയങ്കര അലമ്പായിരുന്നു. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അവൻ അങ്ങനെ ഒരു എന്ത് പറയണ്ടേ, ഭയങ്കര ദേഷ്യമായിരുന്നു അവൻ ഇന്നലെ. അതുവരെ പക്ഷെ ഇന്നലെ എക്സ്ട്രീം എടുത്തു അവൻ. ഒന്നും ഫോട്ടോയിൽ കാണുമ്പോൾ അവളെ കുറച്ച് നമ്മളെ അവിടെ സെലിബ്രേഷൻ്റെ നമ്മുടെ ഫാമിലി, ഇവളുടെ ഫാമിലി, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ക്ലോസ് ആയിട്ടുള്ള, അപ്പം അത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഈ ഫോട്ടോയിൽ യാഷ് ചിരിച്ചും കളിക്കുന്ന കാണുന്നതല്ല ശരിക്കുള്ള യാഷു. അല്ലെങ്കിൽ ആ ഒരു ഇത് എടുക്കാൻ ഇവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ടേക്ക് എടുക്കുന്നുണ്ടാവും എന്നല്ല അവർക്ക് അറിയാം. എല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ ചെറുതല്ലേ, വാഷിങ് കാണും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വിടും. പിന്നെ അങ്ങനെ വലിയ ഇതാക്കാനൊന്നുമില്ല. എന്ത് ചെയ്യാനല്ലേ. എന്നിട്ട് അവസാനം എല്ലാം കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് സൈഡായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഫോട്ടോസൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഞങ്ങൾ എപ്പോഴും പറയും ആക്റ്റീവ് ആവണമെന്ന്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഞങ്ങളിപ്പം ലൈക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ എന്താ പറയുക, വ്ളോഗ് ഇട് കുറേ ആൾക്കാർ പറയും. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ വിചാരിക്കും ഒന്ന് ഇടാമെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചില സമയത്ത് ചില സിറ്റുവേഷനിൽ അത് പറ്റുന്നില്ല അങ്ങനെ എടുക്കാൻ ഒരു ഇതാണ്. പക്ഷെ ഇനി എന്തായാലും സെറ്റ് ആക്കണം. ഒരു വ്ളോഗ് ഇടുന്ന അത്രയും ചെറിയ കാര്യമല്ല. കുറെ നിങ്ങൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് അല്ലേ. ഇനി പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ. ഇത് ചിന്നുവിന് ആക്ച്വലി നാളെ ഡ്രൈവിംഗിന്റെ ഇതുണ്ട്. അപ്പൊ അത് ചിന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോലത്തിന് ഇനിയിപ്പം ടെസ്റ്റ് ചെയ്താൻ പോകുമെന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത വിശേഷം ഞങ്ങൾ ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ വഴിയെ പറയാം കേട്ടോ. ഓക്കെ ബൈ.